വിശദമായ റിപ്പോർട്ടിലേക്കാണ്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ച LDF മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജനുവരി 12-ന് തലസ്ഥാനത്ത് പ്രതിഷേധ സമരം. തീരുമാനം LDF അടിയന്തര യോഗത്തിൽ. തീർച്ചയായും കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് ഇന്ന് 1 മണിക്കൂർ നീണ്ട LDF യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ജനുവരി 12-ന് കേന്ദ്ര സർക്കാർ നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി, ഒപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റം, അതിലെ കേന്ദ്ര വിഹിതത്തിനൊപ്പം സംസ്ഥാനം കൂടുതൽ വിഹിതം നൽകണമെന്ന തീരുമാനത്തിലേക്കുള്ള പോക്ക്, അതെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള സമരത്തിലേക്കാണ് നിലവിൽ LDF കടക്കാൻ പോകുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ദില്ലിയിലെത്തി സമരം നടത്തിയ വലിയ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും ജനുവരി 12-ന് ആദ്യഘട്ടം എന്ന നിലയിൽ, അതായത് കേന്ദ്ര സർക്കാരിനെതിരായ സമര പരമ്പരകളുടെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ജനുവരി 12-ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സമരത്തിലേക്ക് LDF കടക്കുന്നത്. അതിനുശേഷം തുടർ സമരങ്ങളും ഉണ്ടാകും. എന്തായാലും കേന്ദ്ര സർക്കാർ ഏകദേശം 6000 കോടിയോളം രൂപയാണ് ഏറ്റവും അവസാനം കടമെടുപ്പ് പരിധി ഉൾപ്പെടെ വെട്ടിക്കുറക്കുകയും ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികളുടെ വിഹിതം നൽകാതെ തടഞ്ഞുവെക്കുകയും ഒക്കെ ചെയ്തത്. അതിനെതിരായ വലിയ പ്രതിഷേധം നേരത്തെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ KN ബാലഗോപാൽ അദ്ദേഹം നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടത്തി. പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങലിനും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് സർക്കാരിനെ നയിക്കുന്ന നിലയിലാണ് ഇത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമൊക്കെ ഈ മുന്നണിയും ഒപ്പം തന്നെ സർക്കാരുമൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ കടന്നത്. അതിനെതിരായ ശക്തമായ പ്രതിഷേധം അത് കേരളത്തിലെ ജനങ്ങളെ കൂടി അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ഇടതുമുന്നണി യോഗം ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അടിയന്തര ഇടതുമുന്നണി യോഗമാണ് ഇന്ന് ചേർന്നത്. ഇന്നലത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനം എന്തായാലും കൈക്കൊണ്ടത്. അതിനുശേഷം ഇന്ന് അടിയന്തര ഇടതുമുന്നണി യോഗം ചേരുകയും അതിന് അംഗീകാരം നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സമര പരമ്പരകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ഇന്ന് ചേർന്ന LDF യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടതുമുന്നണി യോഗം ഇക്കാര്യത്തിൽ പ്രധാനമായും മറ്റൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് കേരള യാത്ര നടത്താനുള്ള തീരുമാനത്തിലേക്കാണ്. അതായത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പൂർണ്ണ സജ്ജമാകാനുള്ളൊരു നിർദ്ദേശമാണ് ഇന്നത്തെ LDF നൽകിയിരിക്കുന്നത്. അടുത്ത ജനുവരി ആദ്യവാരമോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയോ ചേരുന്ന LDF യോഗത്തിലായിരിക്കും കേരള യാത്ര ഉൾപ്പെടെയുള്ള വിഷയത്തിലുള്ള അന്തിമ തീയതി ഉൾപ്പെടെ തീരുമാനിക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന LDF യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. വർഷ അതാണ് ഈ പല കാര്യങ്ങളും ഇവിടെ ചർച്ചയായിട്ടുണ്ട്. അതായത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ കേരളത്തിന്റെ പരാധീനതകൾ പറഞ്ഞ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായൊക്കെ ചർച്ച നടത്തിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ഈ യോഗത്തിൽ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസമാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടത്തിയത്. ഇത്തരത്തിലുള്ള കുടിശ്ശികയും ഒപ്പം തന്നെ നൽകാനുള്ള തുകയ്ക്കൊപ്പുറം ഈ ലോൺ എടുക്കാനുള്ള അനുവാദം, കൂടുതൽ തുക അനുവദിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു ആവശ്യം. ആ ആവശ്യം ഒന്നും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനം എന്തായാലും LDF യോഗത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം നേരത്തെ സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ എന്തായാലും ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ജനുവരി 12-ന് ഇങ്ങനെയൊരു സമരം അത് തിരുവനന്തപുരത്ത് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുക. MLA-മാർ ഉൾപ്പെടെയുള്ളവർ ആ സമരത്തിൽ പങ്കെടുക്കും. നേരത്തെ ദില്ലിയിൽ നടത്തിയതിന് സമാനമായ രീതിയിൽ ഇത് തിരുവനന്തപുരത്ത് ഈ സമരം നടത്താനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ വിഹിതം ഉൾപ്പെടെ തടഞ്ഞുവെക്കുന്ന സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തുക സംസ്ഥാനം കണ്ടെത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. 60:40 എന്ന അനുപാതത്തിലേക്ക് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 40% തുക കേരളം കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ പൂർണ്ണമായും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടികളുടെ ഭാഗമാണ് എന്ന് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ LDF ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ ആദ്യഘട്ടത്തിലുള്ള സമരം, പ്രാരംഭ സമരം എന്നുള്ള നിലയിൽ ജനുവരി 12-ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സമരം തിരുവനന്തപുരത്തും അതിനുശേഷം തുടർ സമരങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് ഏരിയ കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനുള്ള തീയതി പിന്നീടായിരിക്കും എന്തായാലും തീരുമാനിക്കുക. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി ഒപ്പം തന്നെ കേരള യാത്ര കൂടി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ തീയതി അടുത്ത ദിവസം ചേരുന്ന, അതായത് ജനുവരി 7-ന് ശേഷം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലായിരിക്കും അതിന്റെ തീയതിയും ആരാണ് ഈ ജാഥ നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും എത്തുക. നിലവിൽ എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കൂടുതൽ കടുത്ത സമരത്തിലേക്ക് കടക്കുക എന്നുള്ള തീരുമാനം
തീരുമാനമാണ് ഇടതുമുന്നണി യോഗം കൈക്കൊണ്ടിട്ടുള്ളത്. നേരത്തെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഘട്ടത്തിൽ ദില്ലിയിൽ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും എത്തിയുള്ള സമരമായിരുന്നു കണ്ടത്. അതിന് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ഉൾപ്പെടെ പിന്തുണയുണ്ടായിരുന്നു. അതൊരു വലിയ പ്രതിപക്ഷ ഐക്യമാക്കി മാറ്റാനൊക്കെ അന്ന് സംസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നു. അതിന് സമാനമായി പക്ഷേ ഈ ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു സമരം ഉയർത്തിക്കൊണ്ടു വരുന്നതിന് പകരം ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള പദ്ധതികളും മുടങ്ങുന്നത്. അത്തരത്തിലുള്ള കടുത്ത ഉപരോധത്തിനിടയിലും സംസ്ഥാനം പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഉൾപ്പെടെ കേരളത്തിലെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ എന്തായാലും പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി. ഇന്നത്തെ ഇടതുമുന്നണിയുടെ യോഗത്തിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി തുടർന്നും കൂടിയാലോചനകൾ ഉണ്ടാകും. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കച്ചമുറുക്കിയിട്ടുണ്ട് ഇടതുമുന്നണി. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.